Hi everyone. I hope you all are doing well, and I believe you're doing your lessons well. You're preparing for your exams, and now I'm with you with the continuation of the second chapter, second unit in remedial grammar. The unit title is Time, Tense, and Aspect, Present, Past, and Future. And we almost finished this chapter, and two more tenses and its activities are rest, and we're gonna deal with that the rest of the topic also. And in the last class we discussed on which tense present the progressive form of the perfect tense and its progressive form of perfect tense. Okay, how to write a sentence in perfect tense and its functions, in which all situations we are using present perfect or past perfect. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അത് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസാണ്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം നിങ്ങളത് മനസ്സിലാക്കിയെന്നത് ചെക്ക് ചെയ്യാൻ ഓരോ സെക്ഷന് ശേഷവും some activities are given, some exercises are given, and you have to do it yourself also. Then only you can check your progress. Okay. Then we are going to deal with that exercises given. Yes, this one exercise. Insert in the blank spaces in the sentences below the past or the perfect tense, whichever you think is correct, of the verb given at the end. ഇതിലെ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു പോവുകയാണ്. First question given here is we dash to the theater last evening. We dash to the theater last evening, and we have to fill this blank with the most appropriate form of verb, and within bracket the verb go is given. Okay, and from this word last, so last എന്ന് പറയുന്ന ഒരു വേർഡ് അതിൽ തന്നിട്ടുണ്ട്. So that word last shows that action is already finished, that action is already happened. അപ്പോൾ ലാസ്റ്റ് എന്നുള്ളത് ഒരു ഹാപ്പൻഡ് ആക്ഷനെ കാണിക്കുന്ന ഒരു വേർഡാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്താണ്, ഈ ആക്ഷൻ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്, കഴിഞ്ഞു പോയതാണ്. അപ്പോൾ കഴിഞ്ഞു പോയൊരു സംഭവം നമ്മളെപ്പോഴും ഏത് ഉപയോഗിച്ചിട്ടാണ് എഴുതുക? പാസ്റ്റ് ടെൻസിൽ എഴുതുകയുള്ളൂ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഇവിടെ ഉപയോഗിക്കാം. ഗോ എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന വേർബ്. So here we have to use the past form of go. That means go is the verb 1 and verb 2. Goയുടെ verb 2 എന്ന് പറയുന്നത് went ആണ്. Go went. Verb 3 gone. Go went gone. Verb 3 gone. So here we have to use V2 form. വേണ്ട. അപ്പോൾ ലാസ്റ്റ്, യെസ്റ്റർഡേ, പ്രീവിയസ് ഡേ അങ്ങനെയുള്ള വേർഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വേർബിൻ്റെ സെക്കൻഡ് ഫോം മാത്രമായിരിക്കും. The next one, my father died 60 years old last Tuesday. Okay, within bracket the verb form be is given. അപ്പോൾ ബി എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ബി എന്നുള്ളത് നമ്മൾ ആം, ഈസ്, ആർ, then was, where, ഇതെല്ലാം ബി എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ബി എന്ന് പറയുന്ന ഒരു ഫോമിൽ ഇതെല്ലാം ഇംപ്ലൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബി എന്നുള്ളതിൻ്റെ ഏത് ഫോമാണ് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ലാസ്റ്റ് എന്നുള്ള വേർഡ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ആണ്. മൈ ഫാദർ, ആം, ഈസ്, ആർ എന്നുള്ളത് പ്രസൻറ്റ് ഫോമിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾക്കുള്ളത് വാസ് ഓർ വെയർ ആണ്. Where, of course, where is not used here because my father is in singular. Where is an auxiliary verb which used with only plural noun. My father, it's a singular noun. അതുകൊണ്ട് we cannot use where here. So I think we have to use was. My father was 60 years old last Tuesday.
Okay, the next one. Do you know whether the doctor dash around it? അവിടെ നമുക്ക് ബി ആണ് കൊടുത്തിട്ടുള്ളത്. ഡു യു നോ വെദർ ദ ഡോക്ടർ ഇസ് അറൗണ്ട് ഇറ്റ് അല്ലെങ്കിൽ വാസ് അറൗണ്ട് ഇറ്റ്, അവിടെ എങ്ങാനും ഉണ്ടായിരുന്നോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഡാഷ് യു ഡാഷ് ദ ഫിലിം ദാറ്റ് ഈസ് ഷോയിങ് അറ്റ് ദ ഔട്ടിയോൺ. ഓക്കെ, വിത്തിൻ ബ്രാക്കറ്റ് സി ഈസ് ഗിവൺ. അപ്പോൾ ഓഡിയോണിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നീ കണ്ടോ എന്ന് അതായിരിക്കും ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സി എന്ന് പറയുന്ന ഒരു വേർബ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ബട്ട് വി ഹാവ് ടു ബ്ലാങ്ക്സ് ഹിയർ. അപ്പം അത് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കേണ്ടി വരും? ഹാവ് യു ആയതുകൊണ്ട് എന്തായാലും അതിൻ്റെ മുൻപിൽ ഹാസ് ഉപയോഗിക്കില്ല എന്നുള്ളത് ഷുവറാണ്. ഓക്കെ, സോ ഹാവ് യു. ദെൻ ഹാവ് എന്നുള്ളത് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ്. ഇൻ present perfect tense we use two auxiliary, has and have. ഈ രണ്ട് ഓക്സിലറിയും ഉപയോഗിച്ചാൽ അതിന് ശേഷം വരുന്നത് എപ്പോഴും എന്തായിരിക്കും? V3 ആയിരിക്കും. ഹാസ് ഓർ ഹാവിന് ശേഷം വി ഓൺലി യൂസ് വെർബ് 3. അപ്പോൾ സി എന്ന് പറയുന്ന വേർബിൻ്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് ഏതാണ്? സീനാണ്. സി, സീൻ. സി, സോ, സീൻ. സി വേർബ് 1, then so verb 2, seen എന്നുള്ളത് verb 3. So have you seen? Have you seen? Have you seen the film that is showing at the audience? That's the correct answer. Then next one, we dashed to this house in 1935 and dash here ever since. Come, leave. നമുക്ക് രണ്ട് വേർബ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 2 ബ്ലാങ്ക്സും നമുക്കിവിടെ ഉണ്ട്. കം, ലീവ്. വി ഡാഷ് ടു ദിസ് ഹൗസ് ഇൻ 1935 ആൻഡ് ഡാഷ് ഹിയർ എവർ സിൻസ് കം, ലീവ്. സോ വി കെയിം ടു ദിസ് ഹൗസ്. വി കെയിം ടു ദിസ് ഹൗസ് ഇൻ 1935. കമ്മിൻ്റെ വേർബ് ടു കം, വേർബ് ടു കെയിം. കം, കെയിം, കം. So verb 1 come, verb 2 came, and verb 3 again come. We came to this house in 1935 and dash here ever since. അത് മുതൽ ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ സിൻസ് ഫോർ ഓൾറെഡി പറഞ്ഞു, രണ്ട് ടൈം റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സിൻസ് എന്നുള്ളത്. നമ്മൾ ഇന്ന സമയം മുതൽ എന്ന് പറയാൻ നമ്മൾ പെർഫെക്റ്റ് ടെൻസിലാണ് സിൻസും ഫോറും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഭാഗം വൺ ബ്ലാങ്ക് കെയിം വേർബ് 2 ഉപയോഗിച്ചു. ഇനി സെക്കൻഡ് പാർട്ട് അവിടെ നമ്മൾ ലീവ് എന്നുള്ള വേർബാണ് തന്നിട്ടുള്ളത്. സോ വി എന്നുള്ളതായതുകൊണ്ട് അവിടെ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഹാവ്. വി ഹാവ്. ഹാസ് വി സബ്ജക്റ്റ് പ്ലൂറലാണ്, അതുകൊണ്ട് ഹാസ് ഉപയോഗിക്കാൻ കഴിയില്ല. ദെൻ ലീവ്, ഹാവ് വന്നാൽ അതിന് ശേഷം only verb 3 is used. So leave, verb 3, lived. We have lived. We have lived here ever since. അത് മുതൽ ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ്. Then next one, it dash every day this week rain. It dash every day this week rain. അപ്പോൾ ഈ വീക്ക് മുഴുവൻ റെയിൻ ആയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പാസ്റ്റോ പെർഫെക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. സോ ഹിയർ വി ക്യാൻ യൂസ് ദ പാസ്റ്റ് ഫോം ഓഫ് റെയിൻ, റെയിൻഡ്. റെയിൻ എന്നുള്ളത് നമുക്ക് നൗണായിട്ട് നമ്മൾ റെയിൻ, മഴ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അത് വേർബായിട്ട് തന്നെ നമുക്ക് റെയിൻസ്, റെയിൻസ് പ്രസൻറ്റ് ഫോമിലാണെങ്കിൽ റെയിൻസ്, മഴ പെയ്യുന്നു, അല്ലെങ്കിൽ ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മഴ പെയ്തു എന്നുള്ളതിന് നമുക്ക് ഏത് വാക്ക് ഉപയോഗിക്കാം? റെയിൻഡ് എന്ന് ഉപയോഗിക്കാം. വേർബായിട്ട് റെയിൻഡ് ഉപയോഗിക്കാം. സോ ഇറ്റ്സ് റെയിൻഡ് എവറി ഡേ ദിസ് വീക്ക്. ദെൻ നോ വൺ ഡാഷ് ഫ്രം ഹിം ഫോർ പാസ്റ്റ് 6 months. I think there is a mistake in this sentence. Here is not a verb actually here. But from him for past 6 months. നമുക്കതൊരു മീനിങ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ മിസ്റ്റേക്ക്. Then let's move to the next one. Last Saturday, we dashed to visit some friends in a neighboring town. Last Saturday, I already tell you, there is a reference of last, the word last, which shows the action is already happened. And
if there is a last or yesterday such words are there in a sentence, we use verb to always. So go എന്നുള്ളതിൻ്റെ verb to already പറഞ്ഞു കഴിഞ്ഞു. That is went. Last Saturday we went to visit some friends in a neighboring town. Then next one, we dash all our money, so we shall have to walk home. Within brackets, spend is given. So we dash all our money in spend. We spent all our money. ചിലവഴിച്ചു. We spend. SPENT എന്നാവും. അതാണ് verb 2 വരുന്നത്. SPENT verb 1, then spend. The next one, Shakespeare dash from 1564 to 1616. Okay. അപ്പോൾ ഷേക്സ്പിയർ 1564 to 1616 വരെ ജീവിച്ചിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വിതിൻ ബ്രാക്കറ്റ് the verb live is given. So we have to use its second form, verb to live, lived. Shakespeare lived from 1564 to 1616. Okay. Then next one, dash the postman dash it. Okay, നമുക്കവിടെ വേർബ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹാഫ് ദ അല്ലെങ്കിൽ ഹാസ് ദ പോസ്റ്റ്മാൻ കം എറ്റ്. ഓർ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് ഡിഡ് ദ പോസ്റ്റ്മാൻ കം എറ്റ്. ഇതുവരെ വന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ നമുക്കവിടെ ഉപയോഗിക്കാം. Okay. Then next one, we dash you already that we cannot do what you ask. We dash you already. അപ്പോൾ ഈ സെൻറ്റൻസിലേക്ക് ഓൾറെഡി എന്നൊക്കെ പറയുന്നത് നമ്മൾ അധികം പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വി കനോട്ട് ഡു വാട്ട് യു ആസ്ക്. അപ്പോൾ അവിടെ അർത്ഥം വരുന്നത് ഞങ്ങൾ നീ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ വി ടോൾഡ് യു ഓൾറെഡി അങ്ങനെ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വി ഹാവ് ടോൾഡ് യു, ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടോൾഡ് യു ഓൾറെഡി ദാറ്റ് വി കനോട്ട് ഡു വാട്ട് യു ആസ്ക്. Then next one, when I dash a boy, we dashed on a farm. So two forms are given, two verbs are given. One is be and the other one is live. Be എന്ന് പറഞ്ഞത് കൊണ്ട് ഷുവർ ആണ് അത് ഓക്സിലറി വേർബ് ആയിട്ടായിരിക്കും നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബി ഇസ് ദ ഫോം ഓഫ് ആം, ഈസ്, ആർ, വാസ്, വെയർ, ഇതിൻ്റെ എല്ലാം ഫോമാണ് ബി എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് പാസ്റ്റ് ഫോമിലാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ ബിയുടെ ഫോമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെൻ ഐ വാസ് എ ബോയ്. വെൻ ഐ വാസ് എ ബോയ് വി ലിവ് വേർബ് ടു ലിവ്ഡ്. ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നു. വെൻ ഐ വാസ് എ ബോയ് വി ലിവ്ഡ് ഓൺ എ ഫാം. ഓക്കെ. Then the weather dash warmer yesterday than it is today. Okay. ബി ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാമോ യെസ്റ്റർഡേ എന്നുള്ളൊരു പ്രയോഗം ഇവിടെ വരുന്നുണ്ട്. ദ വെദർ ഡാഷ് വാമർ യെസ്റ്റർഡേ ദാൻ ഇറ്റ് ഈസ് ടുഡേ. ഇപ്പം ഇന്നത്തെക്കാളും വാർമർ ആയിരുന്നു ഇന്നലെ എന്ന് പറയുമ്പോൾ പാസ്റ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടുഡേ എന്ന് കണ്ടതുകൊണ്ട് അത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. ഇന്നത്തേതിനേക്കാളും വെദർ വാർമർ ആയിരുന്നു യെസ്റ്റർഡേ. സോ അപ്പോൾ യെസ്റ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ബി ആണ് അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ബിയുടെ പാസ്റ്റ് ഫോമായിട്ട് വെദർ എന്നുള്ളത് സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ വി കനോട്ട് യൂസ് വെയർ ദെയർ ബിക്കോസ് ദ വെദർ ഇസ് എ സിംഗുലർ നൗൺ. So we have to use singular auxiliary verb, that is was. The weather was warmer yesterday than it is today. The next one, Mrs. Smith is not at home. She dashed to visit some friends. Mrs. Smith is not at home. She go. ഈ ആക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള
വേർബ് ഗോയാണ്. അതുകൊണ്ട് വെൻറ്റ് എന്നുള്ളത് നമുക്ക് ഇപ്പം നമ്മുടെ മൈൻഡിൽ അത് ഫിക്സായി. വെൻറ്റ് എന്നുള്ളത് വേർബിൻ്റെ സെക്കൻഡ് ഫോം, ഗോ എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വെൻറ്റ് എന്നുള്ളത്. The next one, she dash out at 10 o'clock and dash not 8 dash go read go return. These are the two verb forms given here. She dash out at 10 o'clock. She went, go എന്നുള്ളതിൻ്റെ verb 2. She went out at 10 o'clock and has not yet returned. Return എന്നുള്ളത് verb 3, returned. Verb 3 അവിടെ returned, RETURNED, returned. She went out at 10 o'clock. So ആ സെൻറ്റൻസിൽ തന്നെ നമ്മൾ രണ്ട് ടെൻസ് ഫോം ഉപയോഗിച്ചു. ഫസ്റ്റ് പോർഷൻ, she went out at 10 o'clock, that is in simple past, and has not yet returned, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. has not yet returned, has returned, that is perfect tense. Okay, then next one, several books on that subject dash during the present year appeared. I cannot play in the match as I dash my foot, as I injured, second form, injured, as I injured my foot. Then next one, I dashed to him last week, but he dashed not dash it. I ലാസ്റ്റ് വീക്ക് എന്നുള്ളതായതുകൊണ്ട് അവിടെ സംശയമൊന്നും അല്ല. നമുക്ക് ഏത് ഉപയോഗിക്കാം? വേർബ് 2, റൈറ്റിൻ്റെ വേർബ് 2 ആണ് ഇത്, റോട്ട്. I wrote, WROT, I wrote to him last week. Verb 1, write. Verb 2, wrote. Verb 3, written. I wrote to him last week, but he reply എന്ന് പറയുമ്പോൾ അതിൻ്റെ തേർഡ് ഫോം replied. Replied. Verb 2 replied ആണ്, verb 3 replied ആണ്. I wrote to him last week, but he has not replied it. ഇതുവരെ റിപ്ലൈ ചെയ്തിട്ടില്ല. He has not replied it. Okay, so this exercise is finished. നിങ്ങളിത് സ്വയം ഒന്ന് ഇത് നോക്കാതെ, ക്ലാസ് ഒന്ന് കേട്ടതിന് ശേഷം, ക്ലാസ് കേൾക്കുന്ന സമയത്ത് അത് എഴുതി വെക്കാതെ കേട്ടതിന് ശേഷം നിങ്ങൾ try to do it yourself. Okay, then only you can understand whether the class is clear to you or not എന്നുള്ളത്. Okay, then let's move on to the rest of the part. Another activity is given here. Compose 2 sentences for each of the following verbs. In the first sentence of each pair, use the past tense, and in the second, use the perfect. Okay, ഒരു സെൻറ്റൻസ് നിങ്ങളോട് തന്നെ സെൻറ്റൻസ് കമ്പോസ് ചെയ്യാൻ പറഞ്ഞു. ആ സെൻറ്റൻസിൽ ഫസ്റ്റ് പാർട്ട് എന്തായിട്ട് കൊടുക്കാൻ? ഒരു സിമ്പിൾ പാസ്റ്റിലെ വേർബും, ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് പെർഫെക്റ്റ് ടെൻസിലെ വേർബും. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയത്. I dashed to him last week. I wrote to him last week. I wrote to him last week. So wrote verb 2. So that is in past, simple past. But he dashed not dash it. He has not replied it. That's perfect. But in the same sentence itself, we can use both tenses. Depends on the situation. ഏതെങ്കിലും എടുത്തിടാനെന്നല്ല, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസ് നിങ്ങൾ ഫോം ചെയ്യാം. ദെൻ അതിന് ഉപയോഗിക്കേണ്ട വേർബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈ, ഫൈൻഡ്, ഓപ്പൺ, കോൾ, ലേൺ. സോ ഇതിൻ്റെ എല്ലാം വേർബ് 2 ഒന്ന് പറഞ്ഞു പോവാം നമുക്ക്. വേർബ് 2 ആൻഡ് വേർബ് 3. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കുറച്ചുകൂടെ അത് എളുപ്പമായിരിക്കും. ബൈ എന്നുള്ളതിൻ്റെത് ബൈ ബോട്ട്, BOUGHT, ബൈ ബോട്ട്, അതാണ് വേർബ് 2. വേർബ് 3യും ബോട്ടാണ്. ദെൻ ഫൈൻഡ്, ഫൗണ്ട്, വേർബ് 2ഉം വേർബ് 3യും സെയിം ആണ്, ബോട്ട്, ഫൗണ്ട്. ദെൻ ഓപ്പൺ, ഓപ്പൺ,
verb 2 and verb 3 same, open. Then cold, verb 2 and verb 3 same. Then learn എന്നുള്ളതിൻ്റെത് LEARNT, learned അങ്ങനെയും പറയാം. പക്ഷെ ഹാവ് ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ലേൺഡ് ആണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. The next one, read. റീഡിൻ്റെത് verb 1, verb 2, verb 3 both are written as read, R-E-A-D, both spelling same. Again, verb 1, verb 2, verb 3, read is written in using same spelling but its pronunciation is different. Verb 1 read and verb 2 read, read. ഇങ്ങനെയാണ് വരുന്നത്. read, read. Okay. Then next one, write. Wrote, written. Write, second form wrote. Then verb 3 written. Write, wrote, written. Okay. Then next one, walk, walked. Walked എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. walked, verb 2 verb 3 സെയിം ആണ്, walked എന്ന് തന്നെയാണ്. Then next one, stop, stopped. Fall, fell, fallen. ഇങ്ങനെയാണ് വരുന്നത് verb 2 verb 3. Then finish, finished. Drink, drank, verb 2 drank. Then verb 3 drunk. Drink, drank, drunk. Then help, helped. Verb 2 and verb 3 are same, helped. Then next one, break. That is not same. Break, broke, verb 2. Then broken, verb 3. Break, broke, broken. Then invent, invented. Verb 2 and verb 3 are same. Invented. Okay. I hope it is clear. Then അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. The next one, compose 10 sentences of your own, and in each of the sentences include one of the following words or expressions. In each case, use the past or the perfect tense of the verb, whichever you think is correct. So, here you are asked to write 10 sentences of your own. Okay, and when you create these 10 sentences, you have to use the expressions given here. Yesterday, this year, since last August, this afternoon, for the last 3 months, last week, in 1945, since her illness, on his 21st birthday, every day this week. Okay. ഇതെല്ലാം എക്സ്പ്രഷൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യെസ്റ്റർഡേ വെച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ്, ഐ റൈറ്റ് എ സെൻറ്റൻസ് ഹിയർ. I went to meet my friend. I went to meet my friend yesterday. ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയി. ഓക്കെ, യെസ്റ്റർഡേ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതാണ്. ദെൻ ഐ ഗോട്ട് എ ജോബ് ദിസ് ഇയർ. ഇത് ഇയർ എനിക്കൊരു ജോബ് കിട്ടി. Since last August, I have lived here since last August. അപ്പം ഇങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സെൻറ്റൻസിൽ എക്സ്പ്രഷൻസും കൂടെ വെച്ചിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക്. ദാറ്റ് ഈസ് ദ പ്രോഗ്രസീവ് ഫോം ഓഫ് ദ പെർഫെക്റ്റ് ടെൻസ്. അതായത് ദ പ്രോഗ്രസീവ് ഫോം ഓഫ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ എഴുതുന്നതിനുള്ള ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb ing plus object. This is the structure. Subject, for example പറയുകയാണെങ്കിൽ
I have been working here since 2020. I have been working here since 2020. 2020 മുതൽ ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് an action, പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് an action that is already started in the past. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷനാണ് and it is continuing present. At the moment of speaking, that action is still continuing. അങ്ങനെയുള്ള സെൻറ്റൻസ്, അങ്ങനെയുള്ള സിറ്റുവേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി യൂസ് പ്രോഗ്രസീവ് ഫോം, ദറ്റ് മീൻസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് നോക്കാം. As the progressive or continuous form of the present, I made from the present participle. Present participle എന്ന് വെച്ചാൽ വേർബ് ing ആണ്. വെർബ് ing ഫോം ഓഫ് വേർബിനെയാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ഇവിടെ പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ഓഫ് ദ ഓക്സിലിയറി ബി. ഐ എം സ്റ്റഡിയിങ് ഇൻ ഇംഗ്ലീഷ്. So the progressive, that means continuous form of the perfect is made from present participle preceded by the perfect form of the auxiliary. I have been studying English for 3 years. I have been studying English for 3 years. I, here it is the subject, have auxiliary verb, then been, അതിൻ്റെ continuous form studying English for 3 years. So this is structure. 3 years ആയിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു ആക്ഷൻ നേരത്തെ തുടങ്ങി അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് മൊമെൻറ്റിലും ആ ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ളതിനെ കാണിക്കാനാണിത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ദ പ്രോഗ്രസീവ് ഫോം ഓഫ് ദ പ്രസൻറ്റ് represents only what is in progress at the moment of speaking. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, മൊമെൻ്റ് ഓഫ് സ്പീക്കിങ്ങിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഐ എം റൈറ്റിംഗ് എ ലെറ്റർ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ദ ഡോബിൾ ഈസ് റിംഗിങ്. If we wish to indicate that the action or occurrence has been going on continuously or repeatedly over a period of time starting in the past and extending right up to present. അതാണ് ആദ്യം ഇവിടെ കൊടുത്ത സെൻറ്റൻസ് നമുക്ക് തന്നിരുന്നത്. ഡോർബെൽ ഈസ് റിംഗിങ്, ഐ എം റൈറ്റിംഗ് എ ലെറ്റർ. ഇതൊക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളതാണ്. അതായത് ജസ്റ്റ് ആ ഒരു മൊമെൻ്റ് ഓഫ് സ്പീക്കിങ്ങിൻ്റെ ജസ്റ്റ് കുറച്ച് മുന്നേ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരിത്. പക്ഷേ ഈ ആക്ഷൻസ് ഇവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ആ ആക്ഷൻ ഒരു റിപ്പീറ്റഡ്ലി ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറേ മുന്നേ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ആരംഭിച്ചതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്ന് ഈ പ്രസൻറ്റ് ടൈം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ആക്ഷനാണ്. അങ്ങനെയുള്ള ഒരു ആക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ലെറ്റേഴ്സ് സിൻസ് 10 o'clock ദിസ് മോർണിംഗ്. ഓക്കെ, ഈ ഐ ഹാവ് ബീൻ ഈ മോർണിംഗ് 10 o'clock മുതൽ ഞാൻ കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സിൻസ് 10 o'clock ആൻഡ് നൗ ഓൾസോ ഐ എം കണ്ടിന്യൂയിങ് ദാറ്റ് ലെറ്റർ. അതിന് പകരം നമുക്ക് ഐ എം റൈറ്റിംഗ് ലെറ്റർ സിൻസ് 10 o'clock ദിസ് മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, അതവിടെ ഇനപ്രോപ്രിയേറ്റ് ആണ്. ദെൻ ദ ഡോബെൽ ഹാസ് ബീൻ റിംഗിങ് ഫോർ ദ പാസ്റ്റ് 10 minutes. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ നേരെ കയറി ദ ബെൽ ഈസ് റിംഗിങ് ഫോർ ദ പാസ്റ്റ് 10 minutes എന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിച്ചിട്ട് എഴുതാറില്ല. ഓക്കെ, then another use is to represent as in some way connected with the present, the progressive performance in the past of some activity which is now complete, that is, which does not itself extend up to the present, but it for some reason fell to fall within the present time sphere. Okay, I have been washing my car. ഞാൻ എൻ്റെ കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. We have been looking at the picture. ഞാൻ ഈ ചിത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, അതിൻ്റെ ഫങ്ഷൻ പറഞ്ഞായിരുന്നു. എന്തൊക്കെ? ഇൻക്ലൂസീവ് യൂസ്, അതുപോലെ തന്നെ റിസൾട്ടേറ്റീവ് യൂസ് എന്നൊക്കെ പറയുന്നത്.
ഐ ഹാവ് ബീൻ വാഷിംഗ് കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്? അവിടെ കാർ അവിടെ വാഷാവും, പിന്നെ ഒരാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ഫൈനൽ റിസൾട്ട് അതിനുണ്ടാവും. വാഷിംഗ് മൈ കാർ ഇൻട്രൊഡ്യൂസസ് അസ് ടു ദ ഹോൾ പ്രോസസ് ആസ് ഇറ്റ് വാസ് ക്യാരിഡ് ഔട്ട് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. അതായത് അത് തുടങ്ങിയത് അവസാനിക്കുന്നവരെയുള്ള ഒരു ആക്ഷനാണ് അതിൽ പറയുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് വി കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ദെൻ the progressive the next one is insert the correct for the auxiliary in the following sentences in order to complete the sentence. ഓക്കെ, നമ്മൾ കറക്റ്റ് ഫോം ഓഫ് ഓക്സിലറി വേർബ് ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഹാസ് ബീൻ ഫൈൻ. ഓക്സിലറി വേർബൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ അതും എടുത്ത് നോക്കുക, ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. ഇറ്റ് ഹാസ് ബീൻ വെയിറ്റിംഗ്. ഇറ്റ് ഹാസ് ബീൻ ഫൈൻ മോസ്റ്റ് ഓഫ് ദ മോർണിംഗ് ബട്ട് ഇറ്റ് ഈസ് റെയിനിങ് നോ. മോർണിംഗ് മുതൽ അത് ഓക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പം എന്താണ് അവസ്ഥ? ബട്ട് ഇറ്റ് ഈസ് റെയിനിങ്, ഇപ്പം മഴയാണ്. ദെൻ ഇവിടെ ഡാഷ് റെയിനിങ് സിൻസ് 10 o'clock. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ raining since. It has been raining since 10 o'clock. Then I dash waiting here for almost half an hour. ഏകദേശം ഈ ഫോറും സിൻസും ഒക്കെ നേരത്തെ പറഞ്ഞു. നമ്മൾ പെർഫെക്റ്റ് ടെൻസുകളിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ. Then the doctor dash visiting his patients all the morning. Okay, the doctor has been visiting his patients all the morning. Morning മുഴുവൻ വിസിറ്റ് ചെയ്യായിരുന്നു. has been visiting. The Janazas dash coming to dinner this evening. അപ്പോൾ this evening എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും ഒരു ഫ്യൂച്ചർ, ഒരു ഫ്യൂച്ചറായിട്ടുള്ളൊരു ഈ ഈവനിങ്ങിൽ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു റീസെൻറ്റ് ഫ്യൂച്ചറിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റീസെൻറ്റ് ഫ്യൂച്ചർ നമ്മൾ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെയും ഫങ്ഷൻ പറഞ്ഞപ്പോൾ അത് മെൻഷൻ ചെയ്തായിരുന്നു. ഈ രണ്ട് ടെൻസ് ഉപയോഗിച്ച് നമുക്ക് റീസെൻറ്റ് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. വില്ലും ഷാളും അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസും യൂസ് ചെയ്യാതെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈസ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദ ഡോക്ടർ ഈസ് വിസിറ്റിംഗ്, സോറി നോട്ട് ഡോക്ടറുടെ ഈസ് അല്ല, ദിസ് വൺ. ദിസ് ദ ജേർണലിസ്റ്റ് ഈസ് കമ്മിങ് ടു ഡിന്നർ ദിസ് ഈവനിങ്. ഇവിടെ ഹാസ് ബീൻ എന്നുള്ളതാണ്. മൈ സൺ ഡാഷ് ഗോയിങ് ടു ദാറ്റ് സ്കൂൾ ഫോർ ദ പാസ്റ്റ് 5 years. അപ്പോൾ മൈ സൺ ഫോർ ദ പാസ്റ്റ് 5 years, കഴിഞ്ഞ 5 വർഷമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മൈ സൺ എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലോ, ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും അവിടെ ഹാസ് ബീൻ. മൈ സൺ ഹാസ് ബീൻ going to that school for the past 5 years. The next one. When I first knew him, he dash living in Birmingham. When I first knew him, he was living in Birmingham. The sick man dash improving steadily all the week. The sick man has been improving. ഈ വീക്കിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ has been improving. The thieves ran away when they learned that the police is coming. പോലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഓടി വിളിച്ചു എന്നുള്ളത്. Then the baby dash sleeping over since 6 o'clock. The baby has been sleeping. Okay. അപ്പോൾ അധികം ടെൻസും സെൻറ്റൻസസ് ഇവിടെ തന്നിട്ടുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് വൺ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് 2.6 tenses in adverb clauses referring to the future. Adverb clauses. ഓക്കെ, ആഡ്വേർബ് എന്ന് പറയുന്നത് നമ്മൾ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്.
ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ക്ലോസ് എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ്. ക്ലോസിൽ സബ്ജക്റ്റ് ഉണ്ടാവും, വേർബ് ഉണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവും, പ്രെഡിക്കേറ്റ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു മീനിങ് ഫുൾ സെൻറ്റൻസിനെയാണ് ശരിക്കും നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആഡ്വേർബിൻ്റെ ഫങ്ഷൻ വരുന്ന ഒരു സെൻറ്റൻസ് ആണ് ആഡ്വേർബ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടെൻസസ് ഇൻ ആഡ്വേർബ് ക്ലോസസ് റെഫറിങ് ടു ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിന് റെഫർ ചെയ്യുന്ന ആഡ്വേർബ് ക്ലോസസ് ആണ് ഇവിടെ പറയുന്നത്. In the main clause indicating future time, the future tense or its equivalent is used. But in an adverb clause dependent on it, the present tense is the normal one, usually the simple form. അതായത് നമ്മുടെ ക്ലോസസ് പറയുമ്പോൾ തന്നെ ക്ലോസിന് രണ്ടെണ്ണം ഉണ്ട്. മെയിൻ ക്ലോസ് ഉണ്ട്, അതായത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് രണ്ട് ക്ലോസുകളാണ്. അതായത് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുമ്പം ആ ക്ലോസ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതെന്താവില്ല, മീനിങ് ഫുൾ ആവില്ല. ഓക്കെ, ആ സെൻറ്റൻസ് മീനിങ് ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും കൂടെ വരണം, എന്നാൽ മാത്രമേ ആ സെൻറ്റൻസ് അവിടെ മീനിങ് ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ക്ലോസ് വിച്ച് ഇസ് നോട്ട് മീനിങ് ഫുൾ, okay, which cannot convey a meaning when it stands alone. But in the case of independent clause, it can convey meaning when it stands alone. അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തും എന്ത് ചെയ്യാൻ പറ്റും, മീനിങ് കൺവേ ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയോ. I shall call and see you when I come to London. Okay, I shall call and see you when I come to London. Not when I shall come. ഓക്കെ, വെൻ ഐ ഷാൾ കം എന്നല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഷാൾ കോൾ ആൻഡ് സി യു വെൻ ഐ കം ടു ലണ്ടൻ. അത് കംപ്ലീറ്റ് സെൻറ്റൻസ്, മുഴുവൻ ആ സെൻറ്റൻസ് അവിടെ മീനിങ് ഫുള്ളാണ്. ഓക്കെ, വി ഗോ എവേ ഫോർ ഹോളിഡേ ആസ് സൂൺ ആസ് ദ ചിൽഡ്രൻ ഫിനിഷ് സ്കൂൾ, നോട്ട് വിൽ ഫിനിഷ്. ഇവിടെ ഈ സെൻറ്റൻസിൽ ഇവിടെ വെൻ എന്ന് പറയുന്നത് ഇത് രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെൻ അവിടെ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ വി ഗോ എവേ ഫോർ ഹോളിഡേ ആസ് സൂൺ ആസ് ദ ചിൽഡ്രൻ ഫിനിഷ് സ്കൂൾ ഉണ്ടോ, ചിൽഡ്രൻ വി ഗോ അവേ ഫോർ ഹോളിഡേ എന്നുള്ളത് ഒരു സെൻറ്റൻസ് ആണ്. അതുപോലെ ചിൽഡ്രൻ ഫിനിഷ് സ്കൂൾ എന്നുള്ളത് വേറൊരു ഭാഗം. പക്ഷേ അത് രണ്ടിനെയും കൂടെ ചിൽഡ്രൻ ഫിനിഷ് സ്കൂൾ എന്ന് ഒറ്റയ്ക്ക് എഴുതിയാൽ ആ സെൻറ്റൻസ് മീനിങ് ഫുൾ അല്ല. അപ്പം അതവിടെ ഡിപ്പെൻഡൻ്റ് ആണ്. ആ സൂണാസ് എന്ന വേർഡ് അവിടെ യൂസ് ചെയ്തപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയി. ക്ലോസ് ആസൂണാസ് എന്ന വേർഡ് യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സെൻറ്റൻസ് ആക്കി. ഓക്കെ, ഇനിയും അപ്പോൾ ഇവിടെ ഫ്ലോയിങ് ടേബിൾ, ഒരു ടേബിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. Following table gives a number of examples with different kinds of subordinating conjunctions as introductory word. Subordinating conjunctions. സബോർഡിനേറ്റിംഗ്, നിങ്ങളുടെ പ്രിൻറ്റഡ് മെറ്റീരിയൽസിൻ്റെ ഒരു പ്രശ്നം ജസ്റ്റ് ടേംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്താണ് ഈ കൺജങ്ഷൻ, എന്താണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേർഡ്സ് യൂസ്ഡ് ടു കമ്പൈൻ സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റൻസിനെ തന്നെ നമുക്ക് രണ്ട് ക്ലോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മെയിൻ ക്ലോസും ദെൻ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. ഇവിടെയൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചത് എഴുതിയെടുക്കണം ഈ സാധനങ്ങൾ. അപ്പോൾ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും രണ്ട് ക്ലോസ് ഉണ്ട്. ഈ പേരിൽ നിന്ന് തന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു പേര് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, അതിൻ്റെ മറ്റ് രണ്ട് പേരുകൾ. അതിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് സെയിം ആണ്.
ഇത് ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസിനും സബോർഡിനേറ്റ് ക്ലോസിനും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ഒരു കൺജങ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ മെയിൻ ക്ലോസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മെയിൻ ക്ലോസിനെയും സബോർഡിനേറ്റ് ക്ലോസിനെയും കൂടെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ ആൻഡ്, ബട്ട്, ഓറ് ഇതൊക്കെയാണ് മെയിൻ കൺജങ്ഷൻസ് ആയിട്ട് വരാറുള്ളത്. ആൻഡ്, ഓറ്, ബട്ട് ഇതൊക്കെ മെയിൻ കൺജങ്ഷൻസ് ആണ്. പക്ഷെ അഡ്വേർബിയൽ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് ഈ വെന്ന്, ആസ് സൂൺ ആസ്, വെന്നെവർ, അങ്ങനെയുള്ള കുറേ വേർഡുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ നമുക്ക് നോട്ട് ഓൾ ദ adverb clauses ആർ ക്ലോസസ് ഓഫ് ടൈം. adverb ക്ലോസസിന് പൊതുവെ ക്ലോസ് ഓഫ് ടൈം എന്ന് പറയാറുണ്ട്. ബട്ട് ഓൾ റെഫർ ടു ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ റെഫർ ചെയ്യുന്ന adverb ക്ലോസ് ആണ് ഇവിടെ പറയുന്നത്. ഇത് ശ്രദ്ധിക്കണം. ഇവിടെ ഐ ഷാൾ നോട്ട് കം, ഐ ഷാൾ നോട്ട് കം, യു വിൽ ഫെയിൽ, വി ഷാൾ നോട്ട് ഗോ ഔട്ട്. ഓക്കെ, സെൻറ്റൻസ് ഐ ഷാൾ ടേക്ക് മൈ സെൻറ്റൻസ് കംപ്ലീറ്റ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഐ ഷാൾ ടേക്ക് മൈ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഐ ഷാൾ നോട്ട് കം എന്ന് പറയുന്നത് ഞാൻ വരുന്നില്ല. അത് സംഭവം എന്താണ്? മീനിങ് ഫുള്ളാണ്. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ മെയിൻ ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ്. സബ്ജക്റ്റ് ഉണ്ടാവും, പ്രെഡിക്കേറ്റ് ഉണ്ടാവും. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബും ഒബ്ജക്റ്റ് എല്ലാം ചേർന്നിട്ടുള്ളതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മീനിങ് ഫുൾ, ഇറ്റ് ക്യാൻ കൺവേ മീനിങ് വെൻ ഇറ്റ് സ്റ്റാൻഡ്സ് അലോൺ. അപ്പോൾ ഐ ഷാൾ നോട്ട് കം എന്നുള്ളത് ഇവിടെ മീനിങ് ഫുള്ളാണ്. യു വിൽ ഫെയിൽ, നീ തോൽക്കും, അതോടെ കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. വി ഷാൾ നോട്ട് ഗോ ഔട്ട് കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. ഇതെല്ലാം ഐ ഷാൾ ടേക്ക് മൈ അംബ്രല്ല, ഞാൻ എൻ്റെ കുട എടുക്കും, അതും കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 മെയിൻ ക്ലോസിലുള്ള സെൻറ്റൻസ് ആണ്. എന്നാൽ അതേ സമയത്ത് നോക്കി, അൺലെസ് ഐ ഹിയർ ഫ്രം യു, അൺലെസ് ഐ ഹിയർ ഫ്രം യു, ഞാൻ ഇത് നീ പറഞ്ഞത് നിന്നിൽ നിന്ന് കേട്ടിട്ടില്ല എങ്കിൽ അങ്ങനെ പറഞ്ഞ അവിടെ നിൽക്കുകയാണ്. ആ സെൻറ്റൻസ് അത് കംപ്ലീറ്റ് ആയില്ല. ഓക്കെ, അപ്പം ഇവിടെ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഐ ഷാൾ നോട്ട് കം അൺലെസ് ഐ ഹിയർ ഫ്രം യു എന്ന് പറയുമ്പോഴേ ആ സെൻറ്റൻസ് എന്താവുള്ളൂ? മുഴുവനാവുകയുള്ളൂ, കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഐ ഷാൾ നോട്ട് കം അൺലെസ് ഐ ഹിയർ ഫ്രം യു. ഓക്കെ, അപ്പോൾ ഇവിടെ അൺലെസ് എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺലെസ് ആണ്. ഇതും ഈ 4 സെൻറ്റൻസും മെയിൻ ക്ലോസ് ആണ്. ഈ പറഞ്ഞ 4ഉം സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഈ പറഞ്ഞ 4 എണ്ണം. അപ്പോൾ ഇതിൽ ഇവിടെ അൺലെസ്, അതുപോലെ യു വിൽ ഫെയിൽ, നീ പരാജയപ്പെടും. അങ്ങനെയാണെങ്കിൽ അൺലെസ് യു വർക്ക് ഹാർഡർ, നീ ഹാർഡ് വർക്ക് ചെയ്തില്ല എങ്കിൽ, അൺലെസ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ, അൺലെസ് യു വർക്ക് ഹാർഡർ യു വിൽ ഫെയിൽ. അൺലെസ് യു വർക്ക് ഹാർഡർ എന്ന് മാത്രം ആ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മീനിങ് ഫുൾ വൺ, ഇറ്റ് കനോട്ട് കൺവേ എനി മീനിങ്. അപ്പോൾ യു വിൽ ഫെയിൽ അൺലെസ് യു വർക്ക് ഹാർഡർ. അപ്പോൾ അൺലെസ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഇതിനിടയിൽ വന്നപ്പോൾ ആ സെൻറ്റൻസ് രണ്ടും കമ്പൈൻ ചെയ്തു, അതൊരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് മാറി. ദെൻ വി ഷാൾ നോട്ട് ഗോ ഔട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ഉണ്ട്. ഇവിടെ അൺലെസ്, ഇവിടെ ഈഫ് എന്നുള്ളത് അൺലെസ് നെഗറ്റീവ് കണ്ടീഷനാണ്, ഇല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഈഫ് എന്നുള്ളത് നമ്മൾ ഇഫ് ഇറ്റ് റെയിൻസ്, മഴയാണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകുന്നില്ല. അപ്പോൾ ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് പറയുമ്പോൾ മഴയാണെങ്കിൽ ഏതാണെന്നൊന്നും ഇഫ് ഇറ്റ് റെയിൻസ് മാത്രം പറയുമ്പോൾ അതിന്ന് കിട്ടില്ല. അപ്പം ഈ ഇഫ് ഇറ്റ് റെയിൻസ് വിഷ്വൽ ഈഫ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ച് കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? വി ഷാൾ നോട്ട് ഗോ ഔട്ട് ഇഫ് ഇറ്റ് റെയിൻസ്. അപ്പോൾ അത് സെൻറ്റൻസ് മീനിങ് ഫുള്ളായി. അപ്പോൾ അവിടെ ഈഫ് എന്നുള്ളത് കൺജങ്ഷനാണ്. ദെൻ ഐ ഷാൾ ടേക്ക് മൈ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ഓക്കെ, അപ്പോൾ മെയിൻ ക്ലോസും സബോർഡിനേറ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കൊടുത്തിട്ടുണ്ട്. വി ഷാൾ സ്റ്റാർട്ട് ആസ് സൂൺ ആസ് വി ആർ റെഡി. നിങ്ങൾ റെഡി ആവുമ്പോൾ അത് സ്റ്റാർട്ടപ്പ്. ഇത് മെയിൻ ക്ലോസ്, ദെൻ ഇത് സബോർഡിനേറ്റ് ക്ലോസ്. ആസ് സൂൺ ആസ് എന്നുള്ളത് കൺജങ്ഷനാണ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഈ 2 സെൻറ്റൻസിനെയും കമ്പൈൻ ചെയ്യാൻ, ഒരുമിപ്പിക്കാൻ, ചേർത്ത് എഴുതാൻ ഉപയോഗിച്ച വേർഡാണ് അത്. ദെൻ മൈ സൺ വിൽ ബി 20 when I am 48. വെൻ മൈ സൺ വിൽ ബി 20, അത് സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്.
വെൻ ഐ എം 48, ഞാൻ 48 ആവുമ്പോൾ, ആ വെൻ ഐ എം 48 എന്ന് മാത്രമാകുമ്പോൾ മീനിങ് ഫുൾ ആണോ? അല്ലല്ലോ. മൈ സൺ വിൽ ബി 20 വെൻ ഐ എം 48. അപ്പോൾ ഐ എം 48 എന്നുള്ളതും മൈ സൺ വിൽ ബി 20 എന്നുള്ള മെയിൻ ക്ലോസും കൂടെ കമ്പൈൻ ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്ത കൺജങ്ഷനാണ് വെൻ എന്നുള്ളത്. ഓക്കെ. Then next one, I am going to buy a new car. I'm going to buy a new car when the price comes down. വില കുറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു കാർ വാങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും വെൻ എന്നുള്ള വാക്കാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് മെയിൻ ക്ലോസിനും സബോർഡിനേറ്റ് ക്ലോസിനും എക്സാമ്പിളാണത്. കൺജങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Then അപ്പോൾ in most of the above sentences the order of the clause could be reversed. ഇത് നമുക്ക് തിരിച്ചെഴുതാം. മെയിൻ ക്ലോസും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാം. The adverbial clause being put first, but this make no difference to the tense. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓർഡർ മാറ്റാം. ആദ്യം സബോർഡിനേറ്റ് ക്ലോസും പിന്നെ മെയിൻ ക്ലോസും എഴുതാം. മീനിങ് മാറുന്നൊന്നുമില്ല, ടെൻസിലും ഡിഫറൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ വെൻ ദ പ്രൈസ് കംസ് ഡൗൺ. ഓക്കെ, അങ്ങനെയുള്ളത് നമുക്ക് എങ്ങനെയും പറയാം. വെൻ ദ പ്രൈസ് കംസ് ഡൗൺ ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ, ഇങ്ങനെയും പറയാം. വെൻ ദ പ്രൈസ് കംസ് ഡൗൺ ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ കാർ. തെറ്റില്ല, ടെൻസ് മാറിയിട്ടില്ല, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. മീനിങ് സെയിം ആണ്. മൈ സൺ വിൽ ബി വെൻ ഐ എം 48 മൈ സൺ വിൽ ബി 20, അങ്ങനെ എഴുതാം. ആസ് സൂൺ ആസ് വി ആർ റെഡി വി ഷാൾ സ്റ്റാർട്ട്, അങ്ങനെ എഴുതാം. മീനിങ് അവിടെ ചേഞ്ച് ആവുന്നില്ല, ടെൻസും ചേഞ്ച് ആവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ റിവേഴ്സ് ചെയ്യാം. ഓക്കെ. Then remember that when such sentences as the above are put into reported speech അതിന് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ വരുന്ന ഭാഗമാണ്. The shall or will of represent tense of subordinate clause is changed to the corresponding past tense. നമുക്കപ്പോൾ എടുക്കുമ്പോൾ പറയാം. അതായത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ യു ഓൾ മൈറ്റ് ഹാവ് ലേൺഡ് ഇൻ സ്മോൾ ക്ലാസ്സസ്. റിപ്പോർട്ടിങ് സം ഇൻസിഡൻറ്റ് വി ഓൾവേസ് യൂസ് പാസ്റ്റ് ടെൻസ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഷാള്, വില്ല്, ക്യാന് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളോ വെർബുകൾ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ പാസ്റ്റ് ഫോമിലാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പോൾ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് പാസ്റ്റിലാണ്, പ്രസൻറ്റിലാണ് തന്നിട്ടുള്ളത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എന്താക്കേണ്ടി വരും? പാസ്റ്റിലേക്ക് മാറ്റേണ്ടി വരും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. He said he would not come unless he heard for me. Okay, he said he would not come unless he heard for me. അപ്പോൾ അതെങ്ങനെ പറ്റി? He said that no one would leave before the bell and I told them that I should take my umbrella in case it rained. ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ഷാൾ അത് അവിടെ ഒരു ഷുഡാവും, ദെൻ വിൽ അവിടെ വുഡാവും, അൺലെസ് ഹി ഹിയർ എന്നുള്ളത് ഹെഡാവും. ഇങ്ങനെ വരുന്ന ചേഞ്ചസുകളാണ് പറഞ്ഞത്. ദെൻ the auxiliary will may occur in the subordinate clause but only in such sentences as I will do it if you will help me. Here will express not a failure but a presenting meaning if you are വില്ലിങ് ആണെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. Then call again this afternoon when I shall have more time to see you. Go to the main entrance where you will find as the following in which future is used are correct. Future tense ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്തതാണ്. കോൾ അഗെയിൻ ദിസ് ആഫ്റ്റർനൂൺ, വെൻ ഐ ഷാൾ ഹാവ് മോർ ടൈം ടു സീ ഉണ്ട്. വെൻ ഐ ഷാൾ ഹാവ് മോർ ടൈം ടു സീ, വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് ആ രണ്ട് സെൻറ്റൻസും അവിടെ കമ്പൈൻ ചെയ്തു. ഗോ ടു ദ മെയിൻ എൻട്രൻസ് വെയർ യു വിൽ ഫൈൻഡ് എ മെസ്സേജ് വെയിറ്റിംഗ്. ഓക്കെ, വെയർ എന്നുള്ള അഡ്വർബ് അവിടെ ഉപയോഗിച്ചു. ബട്ട് ഇൻ ദിസ് കേസ് ദ സെക്കൻഡ് ക്ലോസ് ഇസ് നോട്ട് റിയലി സബോർഡിനേറ്റ് വൺ. ഇറ്റ്സ് കോഓർഡിനേറ്റ് വിത്ത് ദ ഫസ്റ്റ്. വെൻ മീൻ for then or and then, where means and there. ഇനി കൊടുത്തിട്ടുള്ളത് in certain cases the progressive form of the present tense is possible in the adverb clause. adverb clauseൽ നമ്മൾ ഇപ്പോൾ നമ്മൾ എഴുതിയ നേരത്തെ കണ്ട സെൻറ്റൻസിലൊന്നും കണ്ടിന്യൂസ് ഫോം ഉപയോഗിച്ചിട്ടില്ല.
ഓക്കെ, പ്രസൻറ്റ് ഫോം അല്ലെങ്കിൽ ഫ്യൂച്ചർ ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ വി ഷാൾ നോട്ട് ഗോ ഔട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ് വന്നത്. ഇഫ് യു ആർ വാച്ചിങ് ദി ടെലിവിഷൻ, അതും അവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രോഗ്രസീവ് ഫോമിലാണ്. ഡു നോട്ട് കം ടു വർക്ക് ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ബെറ്റർ. ഓക്കെ, അതും ഇഫ് യു ആർ നോട്ട് ഫീലിംഗ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം. ദെൻ ഇഫ് യു ആർ എക്സ്പെക്ടിങ് വിസിറ്റേഴ്സ്, ഗിവ് മീ എ റിംഗ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അഡ്വർബിയൽ ക്ലോസ് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ളത് ഈ സെക്ഷൻ്റെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻസേർട്ട് ഇൻ ദ ബ്ലാങ്ക് സ്പേസസ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് ദ കറക്റ്റ് ടെൻസ് ഓഫ് ദ വേർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ് അറ്റ് ദ എൻഡ്. നമുക്ക് തന്നിരിക്കുന്ന ബ്രാക്കറ്റിൻ്റെ കറക്റ്റ് ഫോം എഴുതാനാണ്. ഓക്കെ, യു വിൽ നോട്ട് സക്സീഡ് അൺലെസ് യു വർക്ക് ഹാർഡ്. നീ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നീ വിജയിക്കില്ല. അപ്പോൾ കണ്ടു, ഇവിടെ യു വിൽ നോട്ട് സക്സീഡ് എന്നുള്ളത് ഇവിടെ മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ മെയിൻ ക്ലോസ് ഇവിടെ ഫ്യൂച്ചറാണ്, വില്ല് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ അവിടെ സബോർഡിനേറ്റ് ക്ലോസ് അവിടെ ഒന്നെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ആവണം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്യൂച്ചർ ആയിരിക്കണം. ഓക്കെ, യു വിൽ നോട്ട് സക്സീഡ് അൺലെസ് യു വർക്ക് ഹാർഡ്. ദെൻ ഇവിടെയും അതുപോലെ തന്നെ ഫ്യൂച്ചറാണ് ഉപയോഗിച്ചത്. ഐ വിൽ ലെറ്റ് യു നോ ആസ് സൂൺ ആസ് ഐ have my information. As soon as I have my information, I will let you know. ഓക്കെ, അവിടെ നമ്മൾ പ്രസൻറ്റ് ഉപയോഗിച്ചു. ഡു നോട്ട് ഡു എനിത്തിങ് ഫർദർ അണ്ടിൽ യു ഹിയർ ഫ്രം മീ. ഞാൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കേൾക്കുന്നവരെ നീ ഒന്നും ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൺജങ്ഷൻ അണ്ടിലാണ്. ഓക്കെ, ഇവിടെ ആസ് സൂൺ ആസ് ആണ്, ഇവിടെ അൺലെസ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന കൺജങ്ഷൻ. നെക്സ്റ്റ് വൺ, വി ഷാൾ ഗോ ഫോർ എ വാക്ക് വെൻ ഇറ്റ് സ്റ്റോപ്സ്. വി ഷാൾ ഗോ ഫോർ എ വാക്ക് വെൻ ഇറ്റ് സ്റ്റോപ്സ് എന്നാണ്. എന്ത് സ്റ്റോപ്സ് ചെയ്യുമ്പോൾ എന്ന് കൊടുത്തിട്ടില്ല. ഈ സെൻറ്റൻസിലൊക്കെ കണ്ടല്ലോ, ഫസ്റ്റ് ഇവിടെ ഫ്യൂച്ചറാണ്, വില്ല് ഫ്യൂച്ചറാണ്, ഇവിടെയും ഫ്യൂച്ചറാണ്. അപ്പോൾ വി ഷാൾ ഗോ ഫോർ എ വാക്ക് അതെല്ലാം മെയിൻ ക്ലോസ് ആണ്. വെൻ എന്നുള്ളത് കമ്പൈൻ ചെയ്തതാണത്. വെൻ ഇറ്റ് സ്റ്റോപ്സ്. വി മസ്റ്റ് ഹാവ് എവറിത്തിങ് റെഡി ബിഫോർ ദി ഗസ്റ്റ് അറൈവ്. ഗസ്റ്റ് അറൈവ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഗസ്റ്റ്. വി കനോട്ട് കം ടു ഡിസിഷൻ ബിഫോർ വി നോ ദ ഫാക്റ്റ്. ബിഫോർ വി നോ ദ ഫാക്റ്റ് എല്ലാം സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ എഴുതുന്നത്. ദെൻ വി ഷുഡ് ലൈക്ക് ടു റീച്ച് ഹോം ബിഫോർ ഇറ്റ് ഗെറ്റ്. We should like to reach home before it gets dark. Then nothing can be done until we receive. Until we receive this answer. Then we shall inherit a fortune of rupees 20,000 when she attains the age of 21, അല്ലെങ്കിൽ when she is attaining. We had better take some food with us in case the shops are closed. In case the shops are closed. When I dash enough money, I intended to buy a car. When I have enough money. There will be rush for seats when the train arrives. When the train arrives. ട്രെയിൻ എത്തുമ്പോൾ. ഇവിടെ എല്ലാം ഫ്യൂച്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലോസിലെ ടെൻസ് ഏതാണോ അതിനനുസരിച്ചിരിക്കും ഡിപ്പെൻഡൻറ്റ് ക്ലോസിലേതും ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നോക്കുക. ഇവിടെ വെൻ, ഇതിലിവിടെ വെൻ, ദെൻ ഇവിടെ ഇൻ കേസ്, ദെൻ ഇവിടെ വെൻ. ഇതെല്ലാം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതെല്ലാം ആഡ്വേർബായിട്ട് ഉപയോഗിക്കുന്നതാണ്. യു വിൽ തിങ്ക് വെരി ഡിഫറെൻ്റ്ലി ഫ്രം ദിസ് വെൻ യു ആർ ഓൾഡർ. ഓക്കെ, then think carefully before you dash answer.
Think carefully before you answer. ഇത്രയും മതി. When George is 20, John will be 23. ഓക്കെ, നേരത്തെ നമ്മളിവിടെ എഴുതിയ സെൻറ്റൻസ് നോക്കിയാൽ മതി. My son will be 20 when I'm 48. അതുപോലെ ഇവിടെ when George is 20, John will be 23. അപ്പോൾ ബി എന്നുള്ള ഫോം നമ്മളവിടെ ഈസാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. Then tenses in adjective clauses referring to the future. ഫ്യൂച്ചറിന് റെഫർ ചെയ്യുന്ന adjective clauses. An adjective clause. Adjectives എന്ന് പറയുന്നത് describing the words. Adjective describing noun. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ്സ് ക്ലോസ് റെഫറിങ് ടു ദ ഫ്യൂച്ചർ മേ ടേക്ക് ചെയ്ത് ഒന്നെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലായിരിക്കും അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലായിരിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദി ടു വി യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേ വി റിഗാർഡ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് എക്സ്പ്രസ്. അപ്പോൾ അത് ഫ്യൂച്ചറാണോ പ്രസൻ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതിലെ ഫാക്റ്റ് എന്താണ്, എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. If we think of it in relation to the moment at which we are speaking, the present moment, we see it as a future event or situation. ഇവിടെ given below are some sentences which will illustrate the point. You are to bring me the papers which you will find on my desk. Okay, അപ്പോൾ ഈ ഭാഗം നോക്കി, you are to bring me the papers which you will find on my desk. ഇവിടെ പ്രസൻറ്റ് ടെൻസും ഇത് ഫ്യൂച്ചർ ടെൻസിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. You will find. The idea of finding papers is thought of in relation to the present moment when the speaker giving the instruction. It is therefore represented as a future event. നമുക്ക് ആ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു എന്നുള്ളൂ ഇവിടെ. ഹിയർ ദ ഐഡിയ, അതായത് പേപ്പർ ഫൈൻഡ് ചെയ്യുക എന്നുള്ള തോട്ട് ഇവിടെ പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. when the speaker is giving instruction, it is therefore represented as a future event. അതുകൊണ്ട് തന്നെ അതൊരു ഫ്യൂച്ചർ ഇവൻ്റ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചു. The same is true of the following. You must show no one the note which the attendant will give you. You must show no one the note. You must show, then will give you, future and present. I intended to pay for my new house with the money I shall get from the sale of this one, but now contrast this with the following. I shall get on the first bus that comes. Again present. ഇവിടെ ഫസ്റ്റ് ബസ്സിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എപ്പോഴത്തെ ബസ്, ഫസ്റ്റ് ബസ്, അതാണ് അവിടെ അഡ്ജക്റ്റീവ്. Here the speaker is projecting his mind into the future and thinking of the bus coming while he is awaiting as he uses the present tense. ഫ്യൂച്ചറും പ്രസൻറ്റും കൂടെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. I shall pay the bill with the money he gives me. Then ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാമ്പിൾസും അവിടെ സിറ്റുവേഷൻസ് കൊടുത്തതും ഒന്ന് വായിച്ച് നോക്കാം. നമുക്കിവിടെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ആക്ടിവിറ്റീസാണ്, അതും കൂടെ നോക്കാം. I shall buy the hat that is cheapest. I shall buy the hat. ബി ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈസ് എന്നായിരിക്കും വരുന്നത്, കാരണം ഇവിടെ ഷോൾ വന്നു, അപ്പോൾ ഇവിടെ നമുക്ക് പ്രസൻറ്റ് വരണം. വി ഷാൾ അപ്പോയിൻറ്റ് ദ പേഴ്സൺ ഹൂ. അപ്പോയിൻറ്റ് ദ പേഴ്സൺ ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഹാവ് എന്നുള്ളതാണ്. അപ്പോൾ ഹാവ്
എന്നുള്ളതാണ്. ഹാവ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലൂരൽ ആവണം. ഇവിടെ വി ഷുഡ് അപ്പോയിൻറ്റ് ദ പേഴ്സൺ ഈസ് സിംഗുലർ ഹിയർ, സോ വി കനോട്ട് യൂസ് ഹാവ്. അപ്പോൾ ഹാവിൻ്റെ സിംഗുലർ ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഹു ഹാസ് ദ ബെസ്റ്റ് ക്വാളിറ്റീസ് ഫോർ ദ ടെസ്റ്റ്. ആസ് സൂൺ ആസ് ഹി ഡാഷ് show him to my office. As soon as he arrive, as soon as he arrive, അല്ലെങ്കിൽ as soon as he arrives, അല്ലെങ്കിൽ as soon as he will arrive ഉപയോഗിക്കാം. he arrives രണ്ടും പ്രസൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ as soon as he shall arrive, as he shall arrive. Then you are to go in by the main entrance which you find. ഇവിടെയും പ്രസൻ്റ് ആണ്, അപ്പോൾ നമുക്ക് ഇവിടെയും പ്രസൻ്റ് ആണ്. അല്ലെങ്കിൽ which you will find on your right, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. anyone who dash late will not be admitted. anyone who comes late. anyone ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കമ്മിൻ്റെ സിംഗുലർ ഫോം ഉപയോഗിച്ച് anyone who comes late. make sure you take with you all the tools need for the job. Then, is there a train that dash me to London about midday? Is there a train that will get me to London about midday? Then we intended to have lunch at first restaurant we will see. ഒന്നെങ്കിൽ രണ്ട് സൈഡും നമുക്ക് പ്രസൻറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഫ്യൂച്ചർ ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്തായിരിക്കണം? പ്രസൻ്റ് ആയിരിക്കണം. അതല്ല മെയിൻ ക്ലോസ് പ്രസൻ്റ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ഫ്യൂച്ചർ ആവണം. രണ്ടും. You are not to admit anyone who has a negative ticket. I want a briefcase that dash me until I retire from business. I want a briefcase that will last me. അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് തന്നു, ഇവിടെയും പ്രസൻ്റ് ആയതുകൊണ്ട് ദാറ്റ് ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഐ വാണ്ട് എ ബ്രീഫ് കേസ് ദാറ്റ് ലാസ്റ്റ്. ബ്രീഫ് കേസ് എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചതിൻ്റെ മീനിങ് അവസാനം എന്നുള്ളതല്ല, ലാസ്റ്റ് നീണ്ടു നിൽക്കുന്ന, കുറേ കാലം നിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ലാസ്റ്റ് എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. നമ്മൾ ടെൻസുകളെ കുറിച്ച് നോക്കി. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇത്രയും ടെൻസുകളും ഇതിൻ്റെ യൂസസും, അതുപോലെ നമ്മൾ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്, മെയിൻ ക്ലോസിൽ പ്രസൻ്റ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് അത് ഫ്യൂച്ചർ ആയിരിക്കും, ഇനി അല്ലെങ്കിൽ അത് നേരെ തിരിച്ചാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എക്സാമ്പിൾ അടക്കം ഇതിൽ കൊടുത്തിട്ടുള്ള പ്രിൻ്റഡ് മെറ്റീരിയൽസിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓരോന്ന് വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എക്സസൈസ് ചെയ്തു തന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കാണുമ്പോൾ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എക്സസൈസിൻ്റെ ആൻസേഴ്സ് എഴുതിയെടുക്കാതെ first you watch the video, then after that you do the activities yourself, do the exercise yourself, then only you can understand if you got the point or not. Okay.
അല്ലാതെ ഇത് കാണുമ്പോൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതതുപോലെ വായിച്ച് പഠിക്കും, നമ്മൾ സ്വയം അത് ചെയ്യാൻ നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു ഫൈൻഡ് time to do it yourself. Okay, I hope you understood all these tenses we discussed in this unit. നെക്സ്റ്റ് യൂണിറ്റിൽ ഇനിയും റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, വോയിസ് വരുന്നുണ്ട്. ആ സമയത്ത് ഈ ടെൻസ് ഫോമുകളൊക്കെ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും, വീണ്ടും പറയാം. അപ്പം അതുകൊണ്ട് ഈ 12 ടെൻസ് ഫോമിൻ്റെയും സ്ട്രക്ചർ, പാറ്റേൺ, അതിൻ്റെ എക്സാമ്പിൾ ഞാൻ ടേബിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ സ്വയം 2-3 എക്സാമ്പിൾ നിങ്ങൾ സ്വയം ചെയ്യുക. ഒരു സെൻറ്റൻസ് എടുത്തിട്ട് ആ സെൻറ്റൻസിനെ തന്നെ ബാക്കി 12 ടെൻസിലേക്കും നിങ്ങൾ മാറ്റി എഴുതുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ടെൻസ് നമ്മൾ എഴുതുമ്പോൾ അതിലുള്ള ചേഞ്ചസ് മനസ്സിലാവും, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. നല്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നുമല്ല. നന്നായിട്ട് വർക്ക് ചെയ്യാം, നമുക്ക് ഷുവറായിട്ടും നന്നായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെക്കൻഡ് യൂണിറ്റോടെ നമ്മൾ എൻഡ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റാർട്ട് ദ തേർഡ് യൂണിറ്റ്. Okay, it's a long unit. We have to discuss a lot of things in that unit. Okay. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ്പ് ഇൻ മൈൻഡ് always the main points. Okay. So, dear students, thank you.